ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി B6 മോഡൽ ഡിയോ ആണ്. അതിനകത്ത് നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല, അതായത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇട്ടാലും ഒരല്പം ടൈം ലാഗ് വന്നിട്ടാണ് വർക്കാവുള്ളൂ. അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ ഞാനത് വണ്ടി വർക്കിന് കയറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ നോക്കുമ്പോൾ കേബിൾ പൊട്ടിപ്പോയേക്കണാണ്. അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള റോപ്പ്, അതായത് മീറ്ററിൻ്റെ ഇന്നർ കേബിൾ പൊട്ടിയേക്കണാണ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. അപ്പോൾ മീറ്റർ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ടാണ്. ഇൻഡിക്കേറ്റർ വർക്കിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ ഞാൻ സ്വിച്ച് മാറ്റി പുതിയ സ്വിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ വർക്കിംഗ് നോക്കിയാണ്. ഇത് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കോൺടാക്റ്റ് ചില സമയങ്ങളിൽ മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് അങ്ങനെ കംപ്ലയിൻറ്റ്സ് കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ അതിന് സൗണ്ടില്ല, ബീപ്പ് സൗണ്ടില്ല, ലൈറ്റ് മാത്രമേ തെളിയുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ടതാണ്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് പറയാം, അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തേക്ക് നമുക്ക് വയ്ക്കാവുന്നതാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട്. ഓയിൽ നമ്മളിപ്പോൾ മാറ്റിയേക്കുന്നത് 18,100 നമ്മൾ മാറ്റണേ. പ്ലസ് 3000 കിലോമീറ്ററാണ് അടുത്ത ഓയിൽ ചേഞ്ച് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരാം. 3000 കിലോമീറ്ററിൽ കൂടുതൽ ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിപ്പോൾ കിലോമീറ്റർ വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എത്ര ഓടി നമുക്കൊരു ഐഡിയ കിട്ടില്ല. ഇപ്പോൾ മീറ്റർ നമ്മൾ റെഡി ആക്കണത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അടുത്ത 3000 കിലോമീറ്റർ കൃത്യമായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വേറെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. നമുക്ക് ജനറലായിട്ട് സർവീസൊക്കെ പറഞ്ഞ പോലെയാണ് നമ്മൾ കോമൺ ആയിട്ട് ബാക്കിത്തെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോൾ റിപ്പയറിങ് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതായത് ജനറൽ സർവീസ് പറഞ്ഞാലാണ് നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന കംപ്ലയിൻറ്റ് എന്താണോ ആ കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ പരിഹരിച്ച് വിടുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ പറഞ്ഞേക്കണേ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടേക്കാം. കൊട്ടേഷൻ, എത്ര എടുക്കുന്ന പാർട്സുകൾ, അതിൻ്റെ സർവീസ് ചാർജ് അടക്കം അതിനകത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് എസ്റ്റിമേറ്റ് കൂടി നോക്കാം. അതനുസരിച്ചൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയിക്കോളൂ കേട്ടോ.